നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാസി സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരാണ്. കണ്ണൂർ ബൈപ്പാസിലെ കാഴ്ചകളാണ് കാണുന്നത്. ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കാൻ കണ്ണൂർ വരുന്നത്. വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്, പ്രിപ്പയറായിട്ട് വന്നതല്ല. ഒരു ഓട്ടത്തിൻ്റെ കാര്യമായിട്ട് വന്നപ്പം ഡ്രോണും എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥലപ്പേരൊക്കെ പറയുമ്പം കുറച്ച് തെറ്റ് പറ്റിയാലും ക്ഷമിക്കണം. ആദ്യമായിട്ടൊക്കെ കേൾക്കുന്ന പേരാണ്. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ മട്ടന്നൂർ റോഡ് കടന്നു പോകുന്ന മുണ്ടയാടെന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് നമ്മുടെ കണ്ണൂർ ഇൻഡോർ സ്റ്റേഡിയം ഉള്ള സ്ഥലത്ത് നിന്ന് നേരെ ഇലയാവൂർ ഡയറക്ഷനിലേക്കാണ്. ഇലയാവൂർ പാപ്പിനിശ്ശേരി ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിശ്വസമുദ്ര കമ്പനിയാണ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ബൈപ്പാസിന് സമാനമായിട്ട് എനിക്ക് തോന്നിക്കുന്ന കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം കൂടിയാണെന്ന് തോന്നുന്നു. അതായത് പുതിയൊരു ബൈപ്പാസ് കുന്നിടിച്ച് നികത്തിയിട്ട് പിന്നെ പാടത്തിൻ്റെ മുകളിൽ കൂടി ഫ്ലൈ ഓവറിൻ്റെയൊക്കെ നിർമ്മാണമൊക്കെ നടത്തി കൊണ്ടാണ് വിശ്വസമുദ്ര പണി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളായി ഇവിടത്തേക്ക് പണി പെൻഡിങ്ങിൽ ആയിട്ട് കിടക്കുകയാണെന്ന് തോന്നുന്നു. അത്രയും ആക്റ്റീവൊന്നുമല്ല കണ്ടിട്ട്. നമ്മളിപ്പം കാനാം പുഴയുടെ ഭാഗത്തോട്ട് ഡയറക്ഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വരെ പോയിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പക്ഷേ കുറച്ച് പാടാണ്. നമ്മൾ അവിടെ നിന്ന് പോകാനും ഒക്കെ ഭയങ്കര മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ചെളിയിൽ ചവിട്ടിക്കൊണ്ടൊക്കെയാണ് പല സ്ഥലത്തോട്ടുമൊക്കെ പോയത്. തിരിഞ്ഞു പോകുന്ന, അതായത് ഈ പുല്ലോപ്പി എന്ന് പറയുന്ന സ്ഥലത്തോട്ട്, പുല്ലോപ്പി കടവ് ഭാഗത്തോട്ടൊക്കെ പോകുന്നിടത്ത് നടന്നു പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. ചവിട്ടുമ്പം നേരെ നമ്മുടെ ഈ ചുമന്ന മണ്ണാണ് അവിടെ കൂടുതലും. ചവിട്ടുമ്പോൾ നേരെ താഴോട്ടങ്ങ് പോവുകയാണ്. എന്നിരുന്നാലും എങ്ങനെയൊക്കെയോ എത്തിയിട്ട് അവിടുത്തെ ഗർഡർ ലോഞ്ചിങ്ങിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും വയഡക്റ്റിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ മണ്ണെടുത്ത് നീക്കം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് ഹൈറ്റിലായിട്ടാണ് ഡ്രോൺ പറത്തിയത്. കാരണം നമുക്കിപ്പം ഒരിടത്ത് നിന്നുകൊണ്ട് കുറച്ച് ദൂരം സിഗ്നൽ കട്ടാവാതെ പോകണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഹൈറ്റിൽ നിർത്തിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ വരെയുള്ള കാഴ്ചകളാണ് നമുക്ക് കണ്ട. ഇപ്പോൾ ഒരു കാനാം പുഴയുടെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടെ പോയേനെ. പക്ഷേ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം മഴ ഇച്ചിരി ഒന്ന് മാറുന്ന സമയത്താണ് എടുത്തത്. നമുക്കിനി തിരിച്ചു വരുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മൾ നേരെ ഇനി കണ്ണൂർ ഇൻഡോർ സ്റ്റേഡിയം നിൽക്കുന്ന മുണ്ടയാട് ഭാഗത്തോട്ടാണ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും പേര്, അതായത് ഈ സ്ഥലപ്പേര് പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഞാൻ ഈ നാട്ടുകാരനല്ല. ഞാനിവിടെ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിനകത്ത് ബാക്കിയുള്ളവർക്ക് അത് ശരിയാവുന്ന രീതിയിൽ പറഞ്ഞ് റെഡിയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മളിപ്പം നേരെ പോകുന്നത് ഇനി ഈ പുല്ലോപ്പി കടവ് ഭാഗത്ത് വരെയാണ് നമ്മുടെ വീഡിയോ. ആ സമയം അവിടെ ലാസ്റ്റ് സമയത്ത് നമ്മുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് മഴ പെയ്ത്. അപ്പോൾ പിന്നെ മഴ പെയ്ത് ഡ്രോണിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത പരിപാടിയൊന്നും നടക്കത്തില്ല. ഒന്നാമത് ഈ ഡ്രോൺ 2-3 വട്ടം കംപ്ലൈൻ്റ് ആയിട്ട് കാശ് കുറേ ചിലവായിട്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ കണ്ണൂർ മുണ്ടയാട് ഭാഗം. വലതുവശത്ത് കാണുന്നതാണ് വലിയൊരു ബിൽഡിംഗ് പോലെ കാണുന്നതാണ് ഇൻഡോർ സ്റ്റേഡിയം. നീല കളറിൽ കാണുന്നതാണ് ഇൻഡോർ സ്റ്റേഡിയം. ഭയങ്കര കോടിക്കണക്കിന് രൂപ ചിലവിട്ട് നിർമ്മിച്ചതാണ്. സംഭവം കൊള്ളാം, എന്തായാലും പൊളിയായി കാണുന്നുണ്ട്. അപ്പം നമ്മളിപ്പം മുണ്ടയാട് ഭാഗത്തായിട്ടുള്ള അണ്ടർപാസ്, ഗർഡർ വെച്ചിട്ടുള്ള അണ്ടർപാസ്സാണ് ഉള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ മട്ടന്നൂർ റോഡാണ് കടന്നു പോകുന്നത്. അപ്പം വരും കാലങ്ങളിൽ ഈ കണ്ണൂർ മട്ടന്നൂർ റോഡ് വീതി കൂടി പണിയുകയാണെങ്കിൽ പിന്നെ ഒരു അണ്ടർപാസ് ചെറുതാണെങ്കിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വലുതാക്കിയാണ് പണിഞ്ഞിരിക്കുന്നത്. നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് താഴെ നിന്നുള്ള ദൃശ്യങ്ങൾ. ഞാനിവിടെ വന്നിട്ട് ബസ് വന്നിറങ്ങിയിട്ട്, ബസ്സിലാണ് വന്നത്. ആദ്യമേ ട്രെയിന് വന്ന് കണ്ണൂർ ഇറങ്ങി, പിന്നെ ബസ്സിന് ഇവിടെ വന്നിറങ്ങിയിട്ട് എടുത്ത വീഡിയോ ആണ്. കണ്ടോ, അത്യാവശ്യം നല്ല വീതിക്കായിട്ടാണ് ഇവിടെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഗർഡർ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നേരെ ഇനി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഈ പുല്ലോപ്പി
കടവ് ഭാഗത്തോട്ടാണ് മുമ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയിട്ട് കുറച്ച് ഭാഗമൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് കുറച്ച് പണികൾ നടത്തിയിട്ടുണ്ട്. നല്ല ഹൈറ്റിലൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ നല്ല ഹൈറ്റിലായിട്ടാണ് പണിഞ്ഞിരിക്കുന്നത്. പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് അണ്ടർപാസുകളുണ്ട്, ചെറിയ അണ്ടർപാസ്, പിന്നെ വലിയ അണ്ടർപാസുകളൊക്കെ ഉണ്ട്. അണ്ടർപാസുകളൊക്കെ അത്യാവശ്യം നല്ല വലുതായിട്ടാണ് പണിഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആവശ്യത്തിന് കടന്നു പോകുന്നതിന്, ജനങ്ങൾക്ക് പാസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ അണ്ടർപാസുകളടക്കമാണ് ഈ ഒരു നമ്മളിപ്പോൾ ഈ കാണുന്ന കണ്ണൂർ ബൈപ്പാസിൽ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസ് എടുത്ത പോലെ ബൈക്കിനകത്ത് വന്ന് എടുക്കുന്നത്, അതായത് നമ്മളൊരറ്റം മുതൽ മറ്റേ അറ്റം വരെ ബൈക്കിൽ പോകാനുള്ള ഒരു യാത്രാ സൗകര്യം നമുക്കിവിടെ ഇല്ല. കുറേ സ്ഥലത്തായിട്ടില്ല. കുറച്ച് സ്ഥലത്തൊക്കെ നല്ല ഇറക്കമാണ്. നമ്മളിപ്പോൾ ദാണ്ട് ഈ ഒരു അണ്ടർപാസ് വരുന്ന ഭാഗമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇറക്കമുള്ള സ്ഥലമാണ്. ബൈക്കിനകത്തൊക്കെ വരുവാണെങ്കിൽ ചിലപ്പം മറിഞ്ഞു വീഴാനുള്ള സാധ്യതയൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പം കുറേശ്ശെ വന്ന് എടുക്കാനൊക്കെ പറ്റും. ഞാനിവിടെ ഫ്രീക്കന്മാർ പിള്ളേരാരെങ്കിലും ഉണ്ടോയെന്നൊന്ന് നോക്കി. ഇപ്പോൾ മഴയും ഒക്കെ ആയതുകൊണ്ട് തന്നെ ആരെയും കണ്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു കുറച്ച് പെട്രോളൊക്കെ അടിച്ചു കൊടുത്തിട്ട് കമ്പനി അടിച്ച് വെച്ച് നമുക്ക് ബൈക്കിനകത്ത് ത്രൂ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ ആരെയും കണ്ടില്ല. എല്ലാവരും ജോലി തിരക്കിലൊക്കെ ആയതുകൊണ്ട് ആ ഒരു പരിപാടി അങ്ങ് വിട്ട് പിന്നെ നിർത്തിയെടുത്തതാണ്. നമ്മളിപ്പോൾ ഈ പോകുന്ന ഭാഗത്ത് ഇപ്പോൾ ഈ വെള്ള കളറിൽ റോഡിൻ്റെ രണ്ട് സൈഡിലും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺക്രീറ്റ് ചാക്കിനകത്ത് നിറച്ചിട്ട് ഇങ്ങനെ പൊക്കിയിരിക്കുകയാണ്. അത് ഞാനിപ്പോൾ വീഡിയോ കാണിച്ചു തരാം. ഞാനല്ലാതെ മൊബൈലിനകത്ത് എടുത്ത വീഡിയോ ഉണ്ട്, അതിപ്പോൾ കാണിച്ചു തരാം. ഇത് മൊബൈലിനകത്ത് ഷൂട്ട് ചെയ്തതാണ്. ഇതിപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വലിയ കോൺക്രീറ്റിൻ്റെ ക്യൂബും, പിന്നെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് തന്നെ ചാക്കിനകത്ത് മണ്ണ് നിറച്ചും കോൺക്രീറ്റൊക്കെ നിറച്ചും ഫില്ല് ചെയ്തിട്ട് അട്ടിയടിക്കി വെച്ചിട്ട് ഒരു ഷീറ്റ് പോലൊരു സാധനം അതിൻ്റെ മുകളിൽ വിരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ചെറിയ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ, മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ. ഈ മഴ പെയ്ത് ഇതിപ്പോൾ ഇച്ചിരി ഉയരമുള്ള ഭാഗമായതുകൊണ്ടാണ് വലിയ ചെളിയില്ലാത്തത്. കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ താഴ്ന്ന പ്രദേശമാവും. അപ്പോൾ അവിടെയൊക്കെ നടന്നു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം പണിയൊക്കെ എനിക്ക് തോന്നിക്കുന്നത് ഇപ്പം ഇത്രയുമൊക്കെ വൈകാനുള്ള പ്രധാന കാരണം എനിക്ക് മഴ ഇങ്ങനെ പെയ്തത് കൊണ്ടും ഈ ചെളി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടും ഒക്കെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നല്ല വെയിലൊക്കെ വന്നതിന് ശേഷം മാത്രമേ പണി കുറച്ചും കൂടെയൊക്കെ ആക്റ്റീവായിട്ട് വരാനുള്ള സാധ്യതയുള്ളൂ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലോപ്പി കടവ് ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ടുള്ള പാലത്തിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗർഡറുകൾ വെക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് നോക്കിയിട്ടിപ്പോൾ ഒരു സൈഡിലായിട്ടുള്ള ലാസ്റ്റ് ഗർഡറുകളാണ് വെക്കുന്നത്. ഏറ്റവും അവസാനത്തെ ഗർഡർ വെക്കാൻ പോവുകയാണ്. ഇനി 2 തൂണുകളെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ 5 ഗർഡറുകൾ കൂടി വെക്കാനായിട്ട് ബാക്കി കാണുന്നുണ്ട്. അത് അവിടെ നിർത്തിയിട്ട് പിന്നെ നമ്മൾ ഡ്രോൺ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ മുമ്പോട്ട് നമ്മൾ ഈ പുല്ലോപ്പി കടവ് ഭാഗത്തോട്ട് ഡ്രോൺ പറത്തിയപ്പം മഴ പെയ്ത് പിന്നെ തിരിച്ചിഞ്ഞ് വന്ന്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓടി കയറി മഴ നനയാതെ നിൽക്കുന്നതൊക്കെ കാര്യം ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ ഓടി നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ അടിയിൽ കയറി വന്ന് നിൽക്കണം. ഓടി വരുമ്പോഴത്തേക്ക് മഴ നനയും. അപ്പം ഇത് നമ്മൾ തിരിച്ച് ഈ ഒരു മുണ്ടയുടെ ഭാഗത്തോട്ട് തിരിച്ച് നോക്കുന്ന കാഴ്ചകളാണ് കണ്ണൂരിലെ കാഴ്ചകളാണ്. നയനമനോഹരമായ നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം കാഴ്ചകളാണ് കാണുന്നത്. വീഡിയോ എടുത്ത ദിവസം പറയാൻ മറന്നുപോയി. 28/9/2025 ശനിയാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണ്. രാവിലെ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി കാണും. 7 മണിയായപ്പം കണ്ണൂർ വന്ന് ഇറങ്ങിയതാണ്. അപ്പം കുറച്ച് എനിക്ക് 3 മണി വരെ സമയമുണ്ടായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് വന്നെടുത്തതാണ്. എന്തോ ആയി തീരുമെന്നറിയാൻ വയ്യാതെ വന്നെടുത്തതാണ്. നമ്മൾ ജസ്റ്റ് ഡ്രോൺ എടുത്ത് കൈ വെച്ചിരുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പം നല്ല മഴയായിരുന്നു. പിന്നെ അത് ചാറ്റൽ മഴയായിട്ട് നിന്നപ്പോൾ നേരെ ബസ് സ്റ്റാൻഡിൽ പോയി. ഗൂഗിൾ മാപ്പിനകത്ത് നമ്മൾ നോക്കിയപ്പം ഈ ഒരു സ്ഥലത്തൂടെ വാഹനങ്ങൾ പോകുന്നതൊക്കെയാണെന്ന് തോന്നി. അങ്ങനെ ഈ മുണ്ടയാട് വന്നിറങ്ങിയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കണ്ണൂർ ബൈപ്പാസിലെ കാഴ്ചകൾ. ഇനി നമുക്ക് നേരെ തിരിഞ്ഞിട്ട് ഇനി ഈ പുല്ലോപ്പി ഭാഗത്തെ ഗർഡറുകൾ വെക്കുന്ന പണിയുടെ കാഴ്ചകൾ കാണാം. നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നത് പുല്ലോപ്പി കടവ് വരുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മുതൽ നല്ല നീളത്തിലായിട്ടാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് നോക്കുമ്പം
2 തൂണുകളെ കണക്ട് ചെയ്തുകൊണ്ട് 5 ഗർഡറുകളിൽ ആദ്യത്തെ ഗർഡറുകൾ എടുത്തു വെക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഈ ഒരു ഭാഗത്തൊക്കെ മണ്ണിട്ട് നികത്തിയിട്ടാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടിപ്പം 2 ദിവസമായി. കഴിഞ്ഞ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞു, ഇപ്പോൾ തിങ്കളാഴ്ച. എനിക്ക് തോന്നിക്കുന്നിപ്പം ഓൾറെഡി ഇപ്പോൾ ഒരു ബാക്കി 4 എണ്ണം കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് തീർത്തിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പം ഗർഡറുകൾ വെക്കുന്ന പണികൾ ഏകദേശം കഴിഞ്ഞതായിട്ടാണ് കരുതുന്നത്. ഇനി മുകളിൽ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഇപ്പം വെച്ചു തുടങ്ങുന്ന ഭാഗത്തുള്ള പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇനി തീരാനുണ്ട്. നമുക്കിപ്പം ഇവിടുന്ന് നേരെ മുമ്പോട്ട് തിരിഞ്ഞേച്ച് ഇനി പുല്ലോപ്പി കടവ് വരുന്ന ഭാഗത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വരികയാണ്, ഒരു സൈഡിൽ നിന്ന് കമ്പികളൊക്കെ വെച്ച് റെഡിയാക്കുന്ന പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അതായത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് നടന്നു പോകുന്നതിനും വാഹനങ്ങളൊക്കെ പോകുന്നതിനും ഏറെക്കുറെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഒരു സൈഡിലെ പാലത്തിൻ്റെയൊക്കെ മുകളിലായിട്ടുള്ള കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. നേരെ ഇനി നമുക്ക് മുമ്പോട്ട് കുറച്ചും കൂടെ പോകാം. കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് മഴ പെയ്തത്. അവസാനം പിന്നെ അവിടെ നിന്ന് ഡ്രോണ് തിരിച്ചിഞ്ഞ് ഇറക്കി. പിന്നെ എനിക്ക് പോകണമായിരുന്നു, അത്യാവശ്യമായിട്ടുള്ള പണിയാണ്. അപ്പം കുറച്ച് ഉള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വരെ വന്നത്. നമ്മളിപ്പം ഒന്നും കാണിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും കാണിക്കാൻ പറ്റിയെന്നുള്ള ഒരു ആശ്വാസം എനിക്കുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മളിപ്പോൾ ഈ പുല്ലോപ്പി കടവ് വരുന്ന ഭാഗത്തായിട്ടൊരു ദൂരെ ഒരു അണ്ടർപാസ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇത്രത്തോളം മണ്ണടിച്ച് നികത്തിയിട്ടാണ് അണ്ടർപാസിൻ്റെ അല്ല, ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുമ്പം 2 സൈഡിലും നമ്മൾ നേരത്തെ മൊബൈലിനകത്ത് വീഡിയോ എടുത്ത് കാണിച്ച പോലെ തന്നെ 2 സൈഡിലെയും കോൺക്രീറ്റിൻ്റെ ക്യൂബൊക്കെ വെച്ച് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം എനിക്ക് തോന്നിക്കുന്ന വിശ്വസമുദ്രയുടെ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ആ ഒരു അണ്ടർപാസ് കഴിഞ്ഞേച്ച് ഇടതുഭാഗത്തായിട്ട് കാണുന്ന കാഴ്ചകൾ. അപ്പോൾ ഇവിടെ വരെ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും തിരിച്ച് നിങ്ങൾക്കിപ്പം ആ ഒരു വീഡിയോയ്ക്കകത്ത് മഴ പെയ്യുന്നത് കാണാൻ പറ്റും. ഓണസമയത്തും ഓണം കഴിഞ്ഞുള്ള കുറേ ദിവസങ്ങളെല്ലാം തന്നെ നല്ല വെയിലുള്ള സമയമായിരുന്നു. എനിക്ക് തോന്നിക്കുന്ന ആ ഒരു സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പണി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇനിയിപ്പം അടുത്ത മാസം ദീപാവലിയുടെ ആഘോഷമാണ്. കൂടുതലും നോർത്ത് ഇന്ത്യൻ ഭായിമാരാണ് ഇവിടെ പണിയെടുക്കുന്നത്. അപ്പം കുറച്ചും കൂടെ പണി ആ ഒരു സമയത്ത് പെൻഡിങ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുറേ പേര് നോർത്തിലോട്ട് ലീവിന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കണ്ണൂർ ബൈപ്പാസിലെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.